ഫ്രണ്ട്സ്, മനുഷ്യൻ്റെ തലച്ചോറിനെ കുറിച്ച് നമ്മൾ സയൻറ്റിഫിക്കായിട്ട് പഠിക്കുക എന്ന് പറയുന്നത് വളരെ വലിയൊരു പ്രോസസ്സാണ്, കുറേ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ്. എന്നാൽ നമ്മൾ സൈക്കോളജിക്കലി മനുഷ്യനെ ഹാൻഡിൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് അതിനേക്കാൾ എളുപ്പത്തിൽ നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ സാധിക്കും. ഫ്രണ്ട്സ്, അതുകൊണ്ട് ഞാൻ ഇന്ന് നിങ്ങൾക്ക് 14 സൈക്കോളജിക്കൽ ട്രിക്സ് പറഞ്ഞു തരാം. ഈ 14 സൈക്കോളജിക്കൽ ട്രിക്സ് നിങ്ങളുടെ നിത്യജീവിതത്തിൽ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങളുടെ പല സിറ്റുവേഷനെയും നിങ്ങൾക്ക് ഈസിയാക്കി മാറ്റുവാൻ സാധിക്കും. ഈ വിദ്യ മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾ മുൻപ് ഉണ്ടായിരുന്നത് പോലെ ആയിരിക്കില്ല പിന്നീട്. നമ്പർ 1, കീപ് ക്വയറ്റ് ആൻഡ് ഹോൾഡ് ഐ കോൺടാക്ട് ഫോർ സാറ്റിസ്ഫാക്ടറി ആൻസർ. നിങ്ങൾ ആരോടെങ്കിലും എന്തോ ഒരു ചോദ്യം ചോദിച്ചു എന്നിരിക്കട്ടെ, എന്നാൽ അവർ ഉത്തരം തന്നത് നിങ്ങൾക്കൊരു സാറ്റിസ്ഫാക്ഷൻ ഇല്ലാത്ത ആൻസർ ആയിരുന്നു എന്നിരിക്കട്ടെ. അതായത് നിങ്ങൾക്ക് തോന്നുകയാണ് നിങ്ങളോട് നുണ പറയുകയാണ് എന്ന്. പറയേണ്ട കാര്യം പറയേണ്ട പോലെ അവർ പറയുന്നില്ല എന്ന് നിങ്ങൾക്ക് മനസ്സിലായി. അങ്ങനെയെങ്കിൽ നിങ്ങൾ അവരിൽ നിന്ന് കൂടുതൽ സത്യം അറിയാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ ഒന്നും തന്നെ സംസാരിക്കാതെ കുറച്ചു നേരം അവരുടെ കണ്ണുകളിലേക്ക് തന്നെ നോക്കണം. പൂർണ്ണമായും നിശബ്ദമായി അവരുടെ കണ്ണുകളിലേക്ക് ഉറ്റുനോക്കുക. ഏതുവരെ നോക്കണം? അവർ സത്യം പറയാൻ തുടങ്ങും അതുവരെയും നോക്കണം. എന്തുകൊണ്ടെന്നാൽ ഇതൊരു സൈക്കോളജിയാണ്. ആരെങ്കിലും അത്രയും ഷാർപ്പായിട്ട് ഐ കോണ്ടാക്ട് നൽകുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് ഉള്ളതുപോലെ പറയുവാനുള്ള ടെൻഡൻസി കൂടും. എന്തുകൊണ്ടെന്നാൽ നിങ്ങളിങ്ങനെ ഐ കോണ്ടാക്ട് കൊടുക്കുന്ന സമയത്ത് അവർക്കൊരു കാര്യം മനസ്സിലാവും, എനിക്ക് മുന്നിലിരിക്കുന്ന വ്യക്തിയെ പറഞ്ഞു പറ്റിക്കാൻ പറ്റില്ല എന്ന്. മാത്രമല്ല അവർക്ക് തോന്നും അവർ പറഞ്ഞത് കള്ളമാണെന്ന് ഈ മുന്നിലിരിക്കുന്ന വ്യക്തി മനസ്സിലായി കഴിഞ്ഞു, അതുകൊണ്ടാണ് എന്നെ ഇങ്ങനെ നോക്കുന്നതെന്ന് മനസ്സിലാവും. ജീവിതത്തിലെ പല സിറ്റുവേഷനിലും ഇതുപോലെ നിങ്ങൾക്ക് ആരിൽ നിന്നെങ്കിലും സത്യാവസ്ഥ മനസ്സിലാക്കി എടുക്കണമെന്നുണ്ടെങ്കിൽ ഐ കോണ്ടാക്ട് ഒന്ന് മെയിൻറ്റെയിൻ ചെയ്ത് നോക്കൂ. നമ്പർ 2, യു വാണ്ട് ടു ഫൈൻഡ് ഔട്ട് ഹൂസ് വാച്ചിങ് യു. നിങ്ങൾക്ക് ജീവിതത്തിൽ പലപ്പോഴും ഇങ്ങനെ തോന്നിയിട്ടില്ലേ, ആരോ നിങ്ങളെ നോക്കുന്നുണ്ട്, എന്നാൽ നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ല ആരാണ് എന്നെ നോക്കിക്കൊണ്ടിരിക്കുന്നത് എന്ന്. നമ്മളെ ഒരാൾ നോക്കിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലാവും, പക്ഷേ നമ്മൾ അവരെ ഒന്ന് സൂക്ഷിച്ച് നോക്കുമ്പോഴേക്കും ആ വ്യക്തി നമ്മളെ നോക്കുകയായിരിക്കില്ല, ആ വ്യക്തി വേറെ എവിടേക്കെങ്കിലും നോക്കുകയായിരിക്കും. ഇങ്ങനെ ഒരു കൂട്ടത്തിൽ വെച്ച് ആരോ നിങ്ങളെ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് എങ്കിൽ നിങ്ങൾക്ക് അയാൾ നിങ്ങളെ നിരീക്ഷിക്കുക തന്നെയാണോ എന്ന് ഉറപ്പുവരുത്തണമെങ്കിൽ ഒറ്റ കാര്യം ചെയ്താൽ മതി, നിങ്ങൾ കോട്ടുവായി ഇടുക. കോട്ടുവായിടുന്ന സമയത്ത് ആ വ്യക്തിക്കും കോട്ടുവായി വരുന്നുണ്ടെങ്കിൽ ആ വ്യക്തി നിങ്ങളുമായി കണക്ട് ചെയ്തിട്ടിരിക്കുന്നു എന്നുള്ളതാണ് അർത്ഥം. എന്തുകൊണ്ടെന്നാൽ കോട്ടുവായ എന്ന് പറയുന്നത് ഒരു കണ്ടേജിയസ് ആക്ഷനാണ്. അതായത് ഒരു വ്യക്തി മറ്റൊരാളുമായി കണക്ട് ചെയ്തിരിക്കുന്ന സമയത്ത് മുന്നിലിരിക്കുന്ന വ്യക്തിയുടെ കോട്ടുവായി അവരെയും ബാധിക്കും. ഒരു മിനിറ്റ് ഒന്ന് ശ്രദ്ധിക്കൂ. വീഡിയോ മുന്നോട്ട് പോകുന്നതിന് മുമ്പ് നമ്മുടെ ഒരു ഫ്രണ്ട് രാഹുൽ എന്ന വ്യക്തിയുടെ വളരെ വലിയൊരു വിജയത്തിന്റെ കഥ പറഞ്ഞുതരാം. BSc ചാർട്ടേഡ് അക്കൗണ്ടന്റ് കോഡിംഗ്, ഈ മൂന്നും വളരെ വ്യത്യസ്തമായ മേഖലകളാണ്. പക്ഷേ ഈ മൂന്നിലും പരിശ്രമത്തിനൊടുവിൽ രാഹുൽ ഇഷ്ടപ്പെട്ട ജോലി തിരഞ്ഞെടുത്തു. ഇവിടെ നമ്മൾ സംസാരിക്കുന്നത് റീലെവൽ സ്ഥാനാർത്ഥി രാഹുൽ മുകേഷ് സിംഗിനെ കുറിച്ചാണ്. തുടക്കം മുതലേ കോഡിങ്ങിൽ താല്പര്യമുണ്ടായിരുന്നു. അതൊരു കരിയറിനും ജോലി ഭദ്രതയ്ക്കും വേണ്ടിയിട്ടായിരുന്നു. +2 കൊമേഴ്സ് പഠിച്ചു, പിന്നെ BSc, ജോലിയും കിട്ടി. പക്ഷെ ആ വേഷം നിരസിച്ച് കോഡിങ്ങിൽ നൈപുണ്യം നേടിയ രാഹുൽ ഇന്ന് ഒന്നിലധികം കമ്പനികളിൽ നിന്ന് ജോലി വാഗ്ദാനം ലഭിച്ചിരിക്കുന്ന ഒരു വ്യക്തിയാണ്. റീലെവൽ കോഴ്സ് ആരംഭിച്ച 1 മാസത്തിനുള്ളിൽ ഒരു റീലെവൽ ടെസ്റ്റ് നടത്തി രാഹുൽ ഈ ഓഫറുകൾ സ്വീകരിച്ചു എന്നതാണ് ഇതിൽ ഏറ്റവും വലിയ കാര്യം. ഇപ്പോൾ ഈ പുതിയ ജോലിയിൽ സുഖമായി തന്റെ കോഴ്സും പൂർത്തിയാക്കുകയാണ്. റീലെവൽ കോഴ്സിന്റെ ഹൈലൈറ്റ് എന്താണെന്ന് വെച്ചാൽ അതിന്റെ 14 ദിവസത്തെ സാറ്റിസ്ഫാക്ഷൻ ഗ്യാരണ്ടിയാണ്. അതിനർത്ഥം നിങ്ങളുടെ കോഴ്സിന് നിങ്ങൾ യോഗ്യനല്ല എന്ന് നിങ്ങൾക്ക് തോന്നുന്നുവെങ്കിൽ, നിങ്ങൾക്ക് നല്ലൊരു ലേണിംഗ് എക്സ്പീരിയൻസ് കിട്ടുന്നില്ല എങ്കിൽ 14 ദിവസത്തിനുള്ളിൽ നിങ്ങൾക്ക് ഈ കോഴ്സ് ഒഴിവാക്കാം. നിങ്ങൾക്ക് മുഴുവൻ റീഫണ്ടും ലഭിക്കും. നോ ക്വസ്റ്റ്യൻസ് ആസ്ക്ഡ് മീൻസ് ക്വാളിറ്റി അഷുറൻസ് ആൻഡ് ട്രസ്റ്റ്. സ്വിഗ്ഗി, പെപ്സിക്കോ, ക്സിയാവോമി, ടാറ്റ തുടങ്ങിയ 800 ഇന്ത്യൻ കമ്പനികളിലെ ഉദ്യോഗാർത്ഥികൾക്ക് രാഹുലിനെ പോലെ ആയിരക്കണക്കിന് അവസരങ്ങൾ റീലെവൽ നൽകി. റീലെവൽ ടെസ്റ്റുകൾ സൗജന്യമാണ്. ഈ 10 ടെസ്റ്റുകൾക്കായി സെയിൽസ്, ടെക്, HR, പ്രൊഡക്റ്റ്, ഇത് മാത്രമല്ലാതെ മറ്റു പല പ്ലാറ്റ്ഫോമുകളിലേക്കുമുള്ള ജോലികൾ, ഇവയ്ക്കെല്ലാം വേണ്ടി പ്രിപ്പയർ ചെയ്യുവാൻ ഈ റീലെവൽ കോഴ്സുകൾ നിങ്ങളെ സഹായിക്കും. എന്തിനധികം പറയുന്നു, റീലെവൽ കോഴ്സുകൾ മൊബൈൽ ഫോണിലും ലഭ്യമാണ്. നിങ്ങളുടെ സൗകര്യത്തിനനുസരിച്ച് നിങ്ങൾക്ക് പൂർണ്ണമായ കോഴ്സ് പഠിക്കാം എന്ന അർത്ഥം. ലൈവ് ക്ലാസ്സുകളിൽ പങ്കെടുക്കുക, റെക്കോർഡഡ് ക്ലാസ്സുകൾ കാണുക, മൊബൈലിൽ നിന്ന് തന്നെ ഓൺലൈൻ ലൈബ്രറി ആക്സസ് ചെയ്ത് അതിൽ നിന്നും സോൾവ്ഡ് ക്വസ്റ്റ്യൻസ് പരിശീലിക്കുക. ഇങ്ങനെ പല ഓപ്ഷൻസ് നിങ്ങൾക്കുണ്ട്. അടിസ്ഥാനപരമായി നിങ്ങളുടെ സൗകര്യത്തിനനുസരിച്ച് പഠിക്കുക. ഒരു PC അല്ലെങ്കിൽ ലാപ്ടോപ്പ് എടുത്ത് ഓരോ ടെസ്റ്റുകൾ പരീക്ഷിച്ചുകൊണ്ടേയിരിക്കുക. ടെസ്റ്റുകൾ സൗജന്യമാണ്, പരീക്ഷിക്കാൻ പരിധികളുമില്ല. അതിനാൽ നിങ്ങൾ ഓരോ ടെസ്റ്റ് കഴിയുമ്പോഴും നിങ്ങളുടെ പ്രിപ്പറേഷനും പ്രോഗ്രസും സ്വയം തന്നെ മനസ്സിലാക്കുവാനും പറ്റും. പഠനം ആരംഭിക്കുന്ന കാലം മുതൽ അർഹതപ്പെട്ട ജോലി നേടുന്നത് വരെ ഒരൊറ്റ പ്ലാറ്റ്ഫോം നിങ്ങളെ സഹായിക്കും. അതാണ് റീലെവൽ. ഈ പ്ലാറ്റ്ഫോം നിങ്ങൾക്കായി നിർമ്മിച്ചതാണ്. നിങ്ങളുടെ ടെസ്റ്റുകളും കോഴ്സുകളും പരിശോധിക്കുവാൻ ഇന്ന് തന്നെ റീലെവൽ സന്ദർശിക്കൂ. റീലെവലിലേക്ക് സൈൻ അപ്പ് ചെയ്യൂ. നിങ്ങളുടെ വിജയകരമായ കരിയറിലേക്ക് ഒരു ചുവട് വയ്ക്കൂ. ഡിസ്ക്രിപ്ഷൻ ബോക്സിലും പിൻ കമന്റിലും ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ തന്നെ ക്ലിക്ക് ചെയ്ത് ഒന്ന് റീലെവൽ വിസിറ്റ് ചെയ്യൂ. കം ബാക്ക് ടു ദ വീഡിയോ. നമ്പർ 3, give yourself favor choices when you can't make a decision. ഫ്രണ്ട്സ്, നിങ്ങൾ ജീവിതത്തിൽ ചില ഘട്ടങ്ങളിൽ ഒന്നിൽ കൂടുതൽ ഓപ്ഷൻസ് മുന്നിൽ വന്നു നിന്നുകൊണ്ട് കൺഫ്യൂഷൻ ആവുന്ന ഒരു അവസ്ഥ ഉണ്ടായിട്ടുണ്ടോ? അതായത് ഏത് ഓപ്ഷനാണ് സ്വീകരിക്കേണ്ടതെന്ന് അറിയാത്തൊരവസ്ഥ.
ഈ കാര്യം നിങ്ങളൊന്ന് മനസ്സിലാക്കേണ്ടതാണ്. നമ്മളെല്ലാവരും വിചാരിക്കുന്നത് നമ്മളുടെ ജീവിതത്തിൽ ഒന്നിൽ കൂടുതൽ ഓപ്ഷൻസ് ഉണ്ടെങ്കിൽ, ചോയ്സസ് ഉണ്ടെങ്കിൽ നമ്മുടെ ജീവിതം കൂടുതൽ ബെറ്റർ ആയിരിക്കും എന്നാണ്. സൈക്കോളജിസ്റ്റുകൾ നടത്തിയ റിസർച്ചുകളിൽ കണ്ടെത്തലുകൾ നടന്നിട്ടുള്ളത് ഇതിന് വിപരീതമായിട്ടാണ്. ഒരു പരീക്ഷണം നടക്കണ്ടായിരുന്നു. ഒരു 24 വെറൈറ്റി ജാമുകൾ വെച്ചുകൊണ്ട് ഒരു വിൽപ്പന നടത്തുവാനുള്ള ട്രയൽ നടത്തി. ജാമുകൾ വിൽക്കുന്ന ഒരു സ്ഥലത്താണ് നടന്നത്. 24 വെറൈറ്റി ജാമുകൾ വെച്ചുകൊണ്ട് വിൽപ്പന നടത്താൻ വേണ്ടി ട്രൈ ചെയ്തപ്പോൾ അവിടെ അധികം ആളുകളും വന്നിട്ട് കൺഫ്യൂസ്ഡ് ആയിട്ട് വാങ്ങാതിരിക്കുകയാണ് ചെയ്തത്. എന്നാൽ പിന്നീട് അടുത്ത ദിവസം 6 തരം ജാമുകൾ വെച്ചുകൊണ്ട് ഒരു കച്ചവടം നടന്ന സമയത്ത് ആളുകൾ കൂടുതൽ പർച്ചേസ് ചെയ്യുകയാണ് ചെയ്തത്. ഇതിൽ നിന്ന് അവർക്ക് മനസ്സിലായ ഒരു കാര്യം, കൂടുതൽ ഓപ്ഷൻ ഉണ്ടാകുന്ന സമയത്ത് ആളുകൾ ആകെ കൺഫ്യൂസ്ഡ് ആവുകയാണ് ചെയ്യുക എന്നുള്ളതാണ്. ഓപ്ഷൻ കുറവാകും തോറും ഡിസിഷൻ വേഗം ഉണ്ടാകും, ടൈം, എനർജി എല്ലാം സേവ് ആവും, ചോയ്സ് ഈസി ആയിരിക്കും. മാത്രമല്ല, കൂടുതൽ ഓപ്ഷൻസ് നിങ്ങൾക്ക് തരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ തെറ്റായ ഓപ്ഷൻ സ്വീകരിക്കുവാനുള്ള സാധ്യതയും കൂടുതലായിരിക്കും. അതുകൊണ്ട് എപ്പോഴും അവനവന് വേണ്ടി കൂടുതൽ ഓപ്ഷൻസ് നമ്മൾ കണ്ടെത്താതിരിക്കുക. ഏറ്റവും കുറവ് ഓപ്ഷൻസ് ആണ് നമുക്ക് ഉള്ളതെങ്കിൽ നമ്മൾ സ്മാർട്ടായി പെർഫോം ചെയ്യും. നമ്മൾക്ക് വേണ്ടി തന്നെ ഓപ്ഷൻസ് ഉണ്ടാക്കുന്ന സമയത്ത് നമ്മൾ 2 ഓപ്ഷനിൽ കൂടുതൽ ഒരിക്കലും നമ്മൾ കാണരുത്. നമ്പർ 4, ചെക്ക് ഐ കളർ ഫോർ ഇൻസ്റ്റന്റ് കരിഷ്മ. ഐ കോണ്ടാക്ട് എല്ലാ കമ്മ്യൂണിക്കേഷനിലും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റോൾ പ്ലേ ചെയ്യുന്നുണ്ട്. നിങ്ങളോട് സംസാരിക്കുമ്പോൾ ഒരു വ്യക്തി നിങ്ങളുടെ കണ്ണുകളിലേക്ക് നോക്കാൻ മടിക്കുന്നുവെങ്കിൽ ആ വ്യക്തിയെ നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റില്ല. ആ വ്യക്തി നിങ്ങളിൽ നിന്ന് എന്തോ മറയ്ക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട് എന്നാണ് അതിൻ്റെ അർത്ഥം, അല്ലെങ്കിൽ നുണ പറയുന്നു എന്നാണ് അർത്ഥം. എന്നാൽ നിങ്ങളെ കൂടുതൽ തുറച്ചു നോക്കുകയോ അല്ലെങ്കിൽ നിങ്ങളുടെ കണ്ണിലേക്ക് തന്നെ ഉറ്റുനോക്കുകയോ ചെയ്യുന്ന ഒരു വ്യക്തിയെ നിങ്ങൾക്ക് പൊതുവെ ഭയമാണ് ഉണ്ടാവുക. നിങ്ങൾക്കൊരു അൺകംഫർട്ടബിൾ ആയിട്ടുള്ള അവസ്ഥയാണ് ഉണ്ടാവുക. ഈ ഒരു ബിഹേവിയർ ആരും ഇഷ്ടപ്പെടുകയും ഇല്ല. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് മനസ്സിലാക്കാൻ കഴിയുക നമ്മൾ കൃത്യമായിട്ടാണോ ഐ കോണ്ടാക്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നത് അതോ അല്ലയോ എന്ന്? ഇതിനുവേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത് എന്താ വെച്ചാൽ, നിങ്ങളോട് ഒരാൾ സംസാരിക്കുകയാണെന്നുണ്ടെങ്കിൽ അവരുടെ കണ്ണിൻ്റെ കൃഷ്ണമണിയുടെ കളർ എന്താണെന്ന് നോട്ടീസ് ചെയ്യാൻ ശ്രമിക്കുക. ഇത് എന്തിനു വേണ്ടിയാണെന്ന് അറിയോ? അവരുടെ ഐ കളറുമായിട്ട് നമ്മൾക്ക് യാതൊരു ഇടപാടും ഇല്ല. ഇതൊറ്റ കാര്യത്തിന് വേണ്ടിയിട്ടാണ്. നിങ്ങൾ അവരുടെ ഐ കളർ കണ്ടുപിടിക്കാൻ ട്രൈ ചെയ്യുന്ന ആ സമയം നിങ്ങൾ അവരുടെ കണ്ണുകളിലേക്ക് നോക്കിയിട്ടുണ്ടാവും. ഈ ഒരൊറ്റ ടാസ്ക് നിങ്ങൾ മനസ്സിൽ കൊണ്ടു നടന്നാൽ ഒരു കൃത്യമായ ഐ കോണ്ടാക്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ നിങ്ങളെ കൊണ്ട് സാധിക്കും. നമ്പർ 5, മേക്ക് റിക്വസ്റ്റ് ഇൻ പേഴ്സൺ. നമ്മൾ ഒരിടത്ത് ഇരുന്നു കൊണ്ട് ഒരു ഫോണിലൂടെ ആണെങ്കിലും റെസ്റ്റ് എടുത്തുകൊണ്ടാണെങ്കിൽ പോലും ഒരാളോട് ഫോണിലൂടെയെങ്കിലും ഒരു റിക്വസ്റ്റ് നടത്തുന്നത് എളുപ്പമുള്ള കാര്യമല്ലേ? എന്നാൽ ഒരു രഹസ്യം നിങ്ങളോട് പറയട്ടെ. നിങ്ങൾക്ക് ഒരാളിൽ നിന്ന് എന്തെങ്കിലും സഹായം ആവശ്യമുണ്ടെങ്കിൽ ഫോണിലൂടെയോ ടെക്സ്റ്റ് മെസ്സേജിലൂടെയോ അത് ആവശ്യപ്പെടാതെ പറ്റുമെങ്കിൽ നിങ്ങൾ നേരിട്ട് കണ്ടുകൊണ്ട് സഹായം ചോദിക്കുക. എന്തുകൊണ്ടെന്നാൽ ഫോണിലൂടെ സംസാരിക്കുമ്പോൾ പറ്റില്ല എന്ന് പറയാൻ അല്ലെങ്കിൽ അത് നിരസിക്കുവാനുള്ള സാധ്യത വളരെ കൂടുതലും, നിങ്ങൾ നേരിട്ട് ചോദിക്കുമ്പോൾ നിരസിക്കുവാനുള്ള സാധ്യത വളരെ കുറവുമാണത്രേ. നിങ്ങൾ ഒരു വ്യക്തിയുടെ മുന്നിൽ ഫിസിക്കലി പ്രസന്റ് ആയിക്കൊണ്ട് ഒരു സഹായം ചോദിക്കുന്ന സമയത്ത് പെട്ടെന്ന് നോ പറയാൻ പറ്റാത്തൊരവസ്ഥയുണ്ട്. ഇത് സൈക്കോളജിക്കലി, ഇമോഷണലി മുന്നിലുള്ള വ്യക്തിയെ യെസ് പറയാൻ പ്രേരിപ്പിക്കും. അങ്ങനെ നിങ്ങൾക്കൊരു സഹായം ആവശ്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ പരമാവധി ആ വ്യക്തിയെ നേരിട്ട് കണ്ട് ചോദിക്കുന്നതാണ് നല്ലത്. ഈ ഗുണം നിങ്ങൾക്കൊരു ഫോൺ കോളിലൂടെ സഹായം ചോദിച്ചാൽ കിട്ടില്ല. നമ്പർ 6, ട്രിക്ക് യുവർ ബ്രെയിൻ ടു സ്റ്റോപ്പ് പ്രൊക്രാസ്റ്റിനേഷൻ. ജീവിതത്തിൽ ചില കാര്യങ്ങൾ ഇങ്ങനെ ഉണ്ടാവും. കുറേ കാലമായി നമ്മളിങ്ങനെ സ്കിപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടാവും, പിന്നെ ചെയ്യാമെന്ന് പറഞ്ഞിട്ട്. ഇങ്ങനെയുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ ഒരു ദിവസം ഉറങ്ങുന്നതിന് മുൻപ് കൃത്യമായിട്ട് ആ കാര്യത്തെക്കുറിച്ചൊന്ന് ചിന്തിക്കുക. തൻ്റെ മനസ്സിനകത്ത് പൂർണ്ണമായ ഒരു പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യുക. അതായത് നിങ്ങൾ ആ കാര്യം എപ്പോഴാണ് ചെയ്യുക, എങ്ങനെയാണ് ചെയ്യുക, അതിനുവേണ്ടി എത്ര സമയമെടുക്കും, സ്വന്തം ബ്രെയിനിൻ്റെ ഉള്ളിൽ തന്നെ എല്ലാം ഫിനിഷ് ചെയ്യുക. അതായത് ഫുൾ പ്ലാൻ ബ്രെയിനിനുള്ളിൽ സെറ്റ് ചെയ്യുക. രാത്രി കിടക്കുന്നതിന് മുമ്പ് ഇങ്ങനെ ഒരു പ്രാക്ടീസ് ചെയ്ത് കിടക്കുന്ന ഒരു ശീലം നിങ്ങൾക്കുണ്ടായാൽ പിന്നെ നിങ്ങൾ ഒരു ദിവസം അത് റിയലായിട്ട് പ്ലാൻ ഇടാനിരിക്കുന്ന ദിവസത്തിൽ ഓൾറെഡി ചെയ്ത എക്സ്പീരിയൻസുള്ള ഒരു കാര്യം ചെയ്യുന്നത് പോലെ നിങ്ങൾക്കൊരു അനുഭവം ഉണ്ടാകും. നമ്പർ 7, ച്യൂ ഗം ടു കാം യുവർ നെർവസ്. നിങ്ങൾക്ക് ഒരു ഇന്റർവ്യൂവിന് പോകണമെന്നിരിക്കട്ടെ, അല്ലെങ്കിൽ നിങ്ങൾക്ക് സ്റ്റേജിൽ സംസാരിക്കേണ്ട ഒരു അവസരമുണ്ട്, ഏതോ ഒരു സ്പെഷ്യൽ ഒക്കേഷനിലേക്ക് നിങ്ങൾ പോകാനിരിക്കുകയാണെന്നിരിക്കട്ടെ. ആ ഒരു സമയത്ത് നിങ്ങൾ കൂടുതൽ നെർവസ് ആകാറുണ്ടോ, ആങ്സൈറ്റി ഉണ്ടാവാറുണ്ടോ? അങ്ങനത്തെ പ്രശ്നം നിങ്ങൾക്കുണ്ടെങ്കിൽ അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് നിങ്ങളൊന്ന് ച്യൂയിങ് ഗം കഴിക്കുക. ഇതിനെക്കുറിച്ചിട്ട് 100 വിദ്യാർത്ഥികളെ വെച്ചുകൊണ്ടുള്ള ഒരു എക്സ്പെരിമെന്റ് നടന്നിരുന്നു. ഒരു എക്സാമിനേഷൻ ആയിരുന്നു. ആ എക്സാമിനേഷനിൽ ച്യൂയിങ് ഗം കഴിച്ച് എക്സാമിനേഷൻ എഴുതിയ ആളുകൾക്ക് ച്യൂയിങ് ഗം കഴിക്കാതെ എക്സാമിനേഷൻ എഴുതിയ ആളുകളേക്കാൾ കൂടുതൽ പെർഫോം ചെയ്യാൻ കഴിഞ്ഞു. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ച്യൂയിങ് ഗം കഴിക്കുന്നത് നമുക്കൊരു റിലാക്സിങ് എക്സ്പീരിയൻസ് ആണ്. അത് കാരണത്താൽ നമ്മുടെ ബ്ലഡിലുള്ള കോർട്ടിസോൾ എന്ന ഹോർമോണിന്റെ അളവ് കുറയുന്നു. ഇത് നമ്മുടെ മൈൻഡിനെ ട്രിക്ക് ചെയ്ത് കൂടുതൽ കോൺഫിഡൻസ് ഉണ്ടാക്കി തരികയും ചെയ്യുന്നു. നമ്പർ 8, എലിമിനേറ്റ് ഹേറ്റേഴ്സ് ബൈ ആസ്കിംഗ് ഫോർ എ സ്മാൾ ഫേവർ. അഥവാ നിങ്ങൾക്ക് മനസ്സിലാവുകയാണെന്നിരിക്കട്ടെ, അതായത് ഒരു വ്യക്തി നിങ്ങളെ തീരെ ഇഷ്ടപ്പെടുന്നില്ല, നിങ്ങളെ വെറുക്കുന്നു എന്ന് മനസ്സിലാവുകയാണെന്നിരിക്കട്ടെ. ആ വെറുപ്പിനെ നിങ്ങൾക്ക് ഇല്ലാതെയാക്കണമെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ 2 കാര്യങ്ങൾ ചെയ്യേണ്ടതായിട്ട് വരും. ഒന്നുകിൽ നിങ്ങൾ ആ വ്യക്തിയെ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് ഉപേക്ഷിക്കേണ്ടി വരും, അല്ലെങ്കിൽ ആ വ്യക്തിയുമായിട്ടുള്ള ആ വെറുപ്പിനെ നിങ്ങൾ ഉപേക്ഷിക്കേണ്ടി വരും. അതിനുവേണ്ടി നിങ്ങൾ ഒരു സൈക്കോളജിക്കൽ ട്രിക്ക് ഉപയോഗിക്കും. ആ വ്യക്തിയിൽ നിന്ന് നിങ്ങൾ എന്തെങ്കിലും ചെറിയ ഒരു സമ്മാനം ആവശ്യപ്പെടുക. ഉദാഹരണത്തിന് ഒരു പെന്ന് സമ്മാനമായിട്ട് ആവശ്യപ്പെടാം. ആ വ്യക്തി നിങ്ങളെ വളരെയധികം വെറുക്കുന്നുണ്ടെങ്കിൽ
എങ്കിൽ ഈ ഒരു കാര്യം പോലും അദ്ദേഹം ചെയ്തു തരില്ല, പറ്റില്ലെന്ന് പറയും. ഇനി അഥവാ ആ വ്യക്തി നിങ്ങൾക്കൊരു പെന്ന് തന്നാൽ ആ വ്യക്തിക്ക് നിങ്ങളോടുള്ള പെർസെപ്ഷനിൽ ചേഞ്ച് വരാൻ തുടങ്ങുന്നു എന്നാണ് അർത്ഥം. അതായത് നിങ്ങൾ ആ വ്യക്തിയെക്കുറിച്ച് എത്ര വെറുപ്പുള്ള വ്യക്തി എന്നാണോ കരുതുന്നത് അത്രയും ആ വ്യക്തിക്ക് വാസ്തവത്തിൽ നിങ്ങളോട് വെറുപ്പില്ല എന്നാണ് അർത്ഥം. അതുകൊണ്ടാണ് നിങ്ങളൊരു പെന്ന് ചോദിച്ചപ്പോൾ അവർ തരുന്നത്. ഇതൊന്ന് പരീക്ഷിച്ച് നോക്കിക്കോളൂ. നമ്പർ 9, ട്രിക്ക് യുവർ സെൽഫ് ഇൻ ടു എ ഗുഡ് മൂഡ്. ഫ്രണ്ട്സ്, അഥവാ നിങ്ങൾക്ക് ഇത്തിരി ലോ ഫീലിംഗ് ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ, നിങ്ങൾക്കൊന്നും ശരിയായി തോന്നുന്നില്ല എങ്കിൽ, നിങ്ങളുടെ മൂഡേ കേടുവന്നിരിക്കുകയാണെങ്കിൽ വെറുതെ ഒന്ന് പുഞ്ചിരിക്കുക. ഇത് നിങ്ങളുടെ മൈൻഡിനെ ട്രിക്ക് ചെയ്യാനുള്ള നല്ലൊരു വിദ്യയാണ്. നിങ്ങൾ വെറുതെ ഒന്ന് പുഞ്ചിരിക്കുക. അപ്പോൾ തന്നെ നിങ്ങൾക്ക് തോന്നുന്നത് എന്തായിരിക്കും എന്നറിയോ? നിങ്ങളുടെ മൂഡ് മാറി എന്നായിരിക്കും. നമ്മുടെ ബോഡി നിർമ്മിച്ചിരിക്കുന്നത് ഇങ്ങനെയാണ്. നമ്മുടെ ബോഡിയിലെ പല ഇമോഷൻസും നമ്മുടെ ശരീരത്തെ ബാധിക്കുന്നു. അതുപോലെ ശരീരത്തിലെ പല മൂവ്മെന്റുകളും നമ്മുടെ ഇമോഷനെയും ബാധിക്കുന്നു. അതുകൊണ്ട് നമ്മൾ വെറുതെ ഒന്ന് പുഞ്ചിരിക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സ് തെറ്റിദ്ധരിക്കും എന്തോ സന്തോഷത്തിന്റെ സംഭവം ഉണ്ടായിട്ടുണ്ട് എന്ന്. ഇനി നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ ഇപ്പൊ തന്നെ ഓടി കണ്ണാടിയുടെ മുന്നിൽ പോയി നിന്ന് ഒന്ന് പുഞ്ചിരിച്ചു നോക്കൂ. അപ്പോൾ മനസ്സിലാവും വ്യത്യാസം. 5 സെക്കൻഡെങ്കിലും നിങ്ങൾ ആ സ്മൈലിനെ ഹോൾഡ് ചെയ്ത് പിടിക്കണം. നിങ്ങൾക്ക് ഉടനെ ഒരു നല്ല ഫീലിംഗ് ഉണ്ടാവുക തന്നെ ചെയ്യും. നമ്പർ 10, റൈറ്റ് എവേ യുവർ വറീസ്. ഫ്രണ്ട്സ്, നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും നമുക്ക് ഒരിക്കലും മറക്കാൻ കഴിയാത്ത തരത്തിലുള്ള പല ദുഃഖകരമായ സന്ദർഭങ്ങളും ഉണ്ടാവാറുണ്ട്. അത് നമ്മുടെ ഉള്ളിൽ ഒരു ട്രോമയായിട്ട് അവശേഷിക്കും. എന്നാൽ ഒരുപാട് സൈക്കോളജിക്കൽ റിസർച്ചുകളിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾക്ക് അങ്ങനെ ട്രോമ ലെവലിൽ കിടക്കുന്ന എന്തെങ്കിലും കാര്യങ്ങൾ ഉള്ളിലുണ്ടെങ്കിൽ അതിനെ നമ്മളൊരു പേപ്പറിലേക്ക് എഴുതുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ അതിൽ നിന്നും റിലീഫ് ആവും എന്നാണ് പറയുന്നത്. ഇതിലൂടെ നിങ്ങളുടെ സ്ട്രെസ് കുറയും, മെന്റലി ഹീലാകാൻ തുടങ്ങും. ഇത് എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നതെന്ന് അറിയുമോ? നമ്മുടെ മനസ്സിൽ അങ്ങനെ എന്തെങ്കിലും മോശമായത് കയറി കൂടിയിട്ടുണ്ടെങ്കിൽ അത് എപ്പോഴും മനസ്സിൽ ചുറ്റിപ്പറ്റിക്കൊണ്ടേയിരിക്കും. അത് നിങ്ങളെ ഹർട്ട് ചെയ്തുകൊണ്ടിരിക്കും. നിങ്ങളുടെ മനസ്സിന്റെ ഒരു സ്വഭാവം എന്താണെന്ന് വെച്ചാൽ, ഏത് കാര്യമാണോ നിങ്ങൾ മറക്കാൻ വേണ്ടി ട്രൈ ചെയ്യുന്നത് അത് കൂടുതൽ ഓർമ്മ വന്നുകൊണ്ടിരിക്കും. എന്നാൽ നിങ്ങൾ നിങ്ങളെ വിഷമിപ്പിക്കുന്ന ഒരു കാര്യം ഒരു പേപ്പറിലേക്ക് എഴുതുന്ന സമയത്ത് നിങ്ങൾ ആ കാര്യത്തെ വളരെ ഓർഡറിൽ ഒന്ന് ചിന്തിക്കാൻ വേണ്ടി പഠിക്കും. അതിലൂടെ നിങ്ങൾക്ക് ആ തോട്ട്സിനെ ഉപേക്ഷിക്കുവാനും കഴിയും. നമ്പർ 11, റിമെമ്പർ എവരി വൺസ് നെയിംസ് ഇഫ് യു വാണ്ട് ടു ബി പോപ്പുലർ. അഥവാ നിങ്ങൾക്ക് ആളുകൾക്കിടയിൽ പോപ്പുലർ ആകണമെങ്കിൽ, നിങ്ങളുടെ കളീഗ്സ്, നിങ്ങളുടെ ഫ്രണ്ട്സ് എല്ലാവരും നിങ്ങളെ ഇഷ്ടപ്പെടണമെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ ആരുമായിട്ട് കമ്മ്യൂണിക്കേഷൻ നടത്തുമ്പോഴും അവരുടെ പേര് ഓർമ്മ വയ്ക്കുക. അടുത്ത തവണ നിങ്ങൾ അവരുമായിട്ട് സംസാരിക്കുമ്പോൾ അവരുടെ പേര് പറഞ്ഞുകൊണ്ട് വിളിക്കുക. അത് നിങ്ങളെക്കാൾ ചെറിയ ആളാണെങ്കിലും നിങ്ങളുടെ ഒപ്പമുള്ള ആളാണെങ്കിലും പേര് വിളിച്ച് സംസാരിക്കുക. എന്തുകൊണ്ടെന്നാൽ നിങ്ങൾ മുതിർന്നവരെ ഒരിക്കലും പേര് മാത്രമായിട്ട് വിളിക്കാൻ പറ്റില്ല. നിങ്ങൾ ഒരാളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന സമയത്ത് അവരുടെ പേര് പറഞ്ഞുകൊണ്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് വലിയ പ്രഭാവം അവരിൽ ഉണ്ടാക്കും. എന്തുകൊണ്ടെന്നാൽ എല്ലാ മനുഷ്യർക്കും അവരവരുടെ പേര് മറ്റൊരാൾ പറയുന്നത് കേൾക്കുന്നത് വളരെ ഇഷ്ടമാണ്. നിങ്ങൾ ഒരാളുടെ പേര് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇൻസ്റ്റന്റ്ലി അവർക്ക് നിങ്ങളോട് ഒരു സ്പെഷ്യൽ ഫീലിംഗ് ഉണ്ടാകും. നമ്പർ 12, കൗണ്ട് ടു 5 ആൻഡ് ഗെറ്റ് തിങ്സ് ഡൺ. നിങ്ങൾക്ക് ഒരു കാര്യം ചെയ്യാൻ ഒരു താല്പര്യമില്ലാതെ ഇരിക്കുകയാണെന്ന് ഇരിക്കട്ടെ. നിങ്ങൾക്കത് പെട്ടെന്ന് ചെയ്യേണ്ട കാര്യമാണ്, പക്ഷെ ചെയ്യാൻ തോന്നുന്നില്ല. അങ്ങനെ നിങ്ങൾക്കത് പെട്ടെന്ന് ചെയ്തെടുക്കണമെങ്കിൽ അതിനൊരു വഴിയുണ്ട്. നിങ്ങൾ 5 വരെ എണ്ണിക്കഴിഞ്ഞാൽ ഈ കാര്യം ഞാൻ ചെയ്യാൻ തുടങ്ങും എന്ന് വിചാരിക്കുക, ചെയ്തു തുടങ്ങുക. താഴേക്ക് എണ്ണുക. 5, 4, 3, 2, 1, 0 ഇങ്ങനെ എണ്ണിയിട്ട് നിങ്ങൾ ഉടനെ തന്നെ സ്റ്റാർട്ട് ചെയ്യുക. ഉദാഹരണത്തിന് നിങ്ങൾക്ക് ജിമ്മിൽ പോകണമെന്നിരിക്കട്ടെ, പക്ഷെ മടിയനാണെന്നിരിക്കട്ടെ. നിങ്ങൾ രാവിലെ എഴുന്നേറ്റാൽ ഒരു 5 കൗണ്ട് ഡൗൺ ചെയ്യുക, ഉടനെ ഡ്രസ്സ് മാറുക, ജിമ്മിലേക്ക് പോവുക. ഇതിനാണ് 5 സെക്കൻഡ് റൂൾ എന്ന് പറയുന്നത്. മെൽ റോബർട്സ് ഇൻട്രൊഡ്യൂസ് ചെയ്തതാണ് ഈ മെത്തേഡ്. മൈൻഡിനെ ട്രിക്ക് ചെയ്യാൻ വേണ്ടിയും പ്രൊക്കാസ്റ്റിനേഷനെ ഡീൽ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ട്രിക്കാണിത്. 5 വരെ എണ്ണുക, ഉടനെ തന്നെ സ്റ്റാർട്ട് ചെയ്യുക എന്നത്. ഇങ്ങനെ നമ്മൾ കൗണ്ട് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ബ്രെയിൻ ഒരു റാഷണൽ ഡിസിഷൻ എടുക്കുമെന്നാണ് അവർ പറയുന്നത്. എന്തെങ്കിലുമൊക്കെ ആലോചിച്ചിരുന്ന് പിന്നെയാവാം എന്ന് ചിന്തിച്ചിരിക്കുന്നതിന് പകരം ഇപ്പോൾ തന്നെ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ട്രിക്ക് നിങ്ങൾക്ക് ഉപയോഗിക്കാം. നമ്പർ 13, ലേൺ തിങ്സ് ബൈ എക്സ്പ്ലെയിനിങ്. ഏതെങ്കിലും ഒരു കാര്യം മനസ്സിലാക്കുവാൻ വേണ്ടി അല്ലെങ്കിൽ ലേൺ ചെയ്യുവാൻ വേണ്ടിയിട്ടുള്ള ഏറ്റവും ഈസി ആയിട്ടുള്ള മെത്തേഡാണ് അത് മറ്റൊരാൾക്ക് വേണ്ടി എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുക. ഏതെങ്കിലും ഒരു പുതിയ കാര്യം നമ്മളെ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുവാൻ വേണ്ടിയിട്ട് ഒരുപാട് ഇൻഫർമേഷൻ നമ്മുടെ ബ്രെയിനിലേക്ക് നമ്മൾ ആക്സസ് ചെയ്യേണ്ടി വരും. ഒരു പുതിയ കാര്യം പഠിച്ചെടുക്കുക എന്നുള്ളത് ആക്ച്വലി നമ്മുടെ ബ്രെയിനിന് വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കാര്യമാണ്. എന്നാൽ നമ്മളൊരു കാര്യം മറ്റൊരാൾക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുവാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്യുന്ന സമയത്ത് നമ്മുടെ ബ്രെയിൻ അതിനെ വളരെ സിമ്പിളായിട്ട് ആക്സസ് ചെയ്യും. മാത്രമല്ല നിങ്ങൾക്ക് വേണ്ടി പഠിക്കുന്നതിനേക്കാൾ കൂടുതൽ സ്ട്രോങ് ആയിട്ടുള്ള ഒരു മെമ്മറിയാണ് ഈ സമയത്ത് ഉണ്ടാവുക. നമ്പർ 14, യൂസ് കളേഴ്സ് ടു ബി മോർ പ്രൊഡക്റ്റീവ്. നിങ്ങൾ എവിടെ ഇരുന്നിട്ടാണോ നിങ്ങളുടെ കാര്യങ്ങളെല്ലാം ചെയ്യുന്നത്, അവിടുത്തെ എൻവയോൺമെന്റ് എങ്ങനെയുണ്ട്, അവിടുത്തെ ചുമരിന്റെ കളർ എന്താണ്, ഇതെല്ലാം നിങ്ങളുടെ പ്രൊഡക്ടിവിറ്റിയെ വളരെയധികം സ്വാധീനിക്കുന്നുണ്ട്. മോഡേൺ സൈക്കോളജി അനുസരിച്ച് നിങ്ങളുടെ ചുറ്റിലും നിങ്ങൾക്ക് നല്ലൊരു പ്രൊഡക്റ്റീവായ എൻവയോൺമെന്റ് ഉണ്ടാക്കിയെടുക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ചുറ്റുഭാഗത്തും കൂടുതലും ബ്ലൂ കളർ യൂസ് ചെയ്യണം. ഈ ഓറഞ്ച് കളറും ബ്ലൂ കളറുമാണ് നിങ്ങളുടെ മൂഡിനെ ബാലൻസ് ചെയ്യുന്ന കളേഴ്സ്. ഇതൊന്നിനെ ഹോട്ട് കളർ എന്നും ഒന്നിനെ കൂൾ കളർ എന്നും പറയുന്നു. നിങ്ങൾക്ക് ഏതാണ് ആവശ്യം അത് ഉപയോഗിക്കാം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ വീഡിയോക്ക് ഒരു ലൈക്ക് കൊടുക്കുക. വീഡിയോ മറ്റുള്ളവർക്കായി ഷെയർ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. വീണ്ടും കാണാം. ബൈ.